സാൻഡിക്കുട്ടിയുടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ പരിചയപ്പെട്ടാലോ? ഇതെല്ലാം സാൻഡിക്കുട്ടിയുടെ അല്ല, അവരുടെ അമ്മയുടെയും കൂടെയാണ്. അമ്മയ്ക്ക് സാൻഡിക്കുട്ടി ജനിക്കുന്നതിന് മുൻപ് ഫ്രണ്ട്സ് ഒക്കെ ബർത്ത്ഡേക്കും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുക. അതിൽ പെടുന്നതാണ് ഈ ടെഡ്ഡിബെയർ. ടെഡ്ഡിബെയർ അതിൽ പെടും. പിന്നെ ഈ മങ്കി ഇത്, പിന്നെ ഈ പാവ, ഇത്, പിന്നെ ഇത് പിന്നെ ഈ മുയല്, പിന്നെ ഈ ഡക്ക്. ഇത്രയും ബാവയുടെ അമ്മയുടെയാണ്. ബാവയുടെ അമ്മ അത് സൂക്ഷിച്ചു വെച്ച് ബാവയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച് കൊടുക്കണം. പിന്നെ ഇത് ബാവയ്ക്ക് 1ാം പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുക. ഇത് ഭംഗിയല്ലേ? ഇത് ബാവയുടെ അച്ചാച്ചൻ 1ാം പിറന്നാളിന് വാങ്ങിച്ചു. ഇത് ബാവയുടെ അമ്മാവൻ സ്പെയിനിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന് കൊടുത്താണ്. ഇത് ബാവയുടെ അച്ഛൻ മേടിച്ചു കൊടുത്തായിരിക്കും. ഇത് 2. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാ. 1ാം പിറന്നാളിന് ഗിഫ്റ്റ് കിട്ടിയതാ. ഇതെല്ലാം ഞങ്ങള് 2 വർഷം ചെന്നൈയിലായിരുന്നു. ഇതൊക്കെ ചെന്നൈയിൽ വെച്ച് വാങ്ങിച്ചതാണ്. പിന്നെ പെൺകുട്ടിയല്ലേ, അപ്പൊ ഒരു പാവയോട് വലിയ ഇഷ്ടം ഉണ്ടാവും പറഞ്ഞ് ഇത് വാങ്ങിച്ചത്. പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് കഴിച്ചിട്ടൊന്നുമില്ല, അത്ര ഇഷ്ടമില്ല ഇതിനോട്. ഇത് ഞങ്ങള് ഈ അടുത്തിടെ ഡിമാർട്ടിൽ പോയപ്പോ വാങ്ങിക്കണം എന്ന് വിചാരിച്ച്, ഇത് കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല. ഇതിങ്ങനെ അവിടെ വെറുതെ കിടക്കുന്നു. ആരോ എടുത്തിട്ട് ബില്ലടിക്കുന്ന സമയമായപ്പോ അവിടെ ഇട്ടിട്ടും പോയതെന്നാണ്ടാണ് കുട്ടികളുടെ ഇത് മേടിച്ചിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ എടുത്താണ്. പിന്നെ ഇവിടെ കുറെ ഉണ്ട്. ഇതെല്ലാം ഞങ്ങള് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാ. ചെന്നൈയില് ശരവണ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ കടയുണ്ട്, ശരവണ സ്റ്റോഴ്സ്. അവിടെ കളിപ്പാട്ടങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 ചാക്ക് കളിപ്പാട്ടങ്ങൾ കിട്ടുന്നു. ഞാൻ ഇത്രയും വില കുറഞ്ഞ് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അതുപോലെ ഞങ്ങൾ അവിടെ വെച്ചാണ് കൂടുതലും ഇതെല്ലാം വാങ്ങിച്ചത്. അവിടെ വെച്ചാണ്. അത് ഒരു 10-20 ബോൾ തന്നെയുണ്ട്. ബോൾ തന്നെ ഒരു 10-20 ഉണ്ട്. ഈ കാറിനൊക്കെ 100 രൂപയുള്ളൂ. 100 രൂപ. എനിക്കൊരു പുതുമ തോന്നി. ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എനിക്കൊരു പുതുമ തോന്നി. ഇങ്ങനെ വെച്ചിട്ട് ഒരു കോലുണ്ടായിരുന്നു, അതിപ്പോ കാണാനില്ല. ഇതുപോലൊരു കോലാണ്. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാന്തം ഉണ്ട് അതിന്റെ അടിയിൽ. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഇതിലേക്കും ഇതിങ്ങനെ കൊണ്ടുവരണം. ഓ എന്താ പറഞ്ഞു? എന്താ കുരുത്തക്കേട് കാണിച്ച? ബക്കറ്റിൽ കാലിട്ടു അല്ലേ? ചാർജ് പോയി. ഇതുണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോയാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ കറക്കിയിട്ട് വിറ്റ് കഴിഞ്ഞാൽ വളരെ ദൂരത്തേക്ക് പോകും. ഇത് ഇങ്ങനെ എത്ര ഇതായാലും എങ്ങോട്ടും ചെരിഞ്ഞു വീടില്ല. ഇങ്ങനെ തന്നെ പോയി ഇങ്ങനെ നിൽക്കും. ഡിസ്നി പ്രൈസ് ഉള്ളതുകൊണ്ട് ബാവയുടെ അമ്മ വാങ്ങിച്ചു വെച്ചതാണ്. അതിപ്പോ ബാവ എഴുതുന്നു കളിക്കുന്നു. ഞങ്ങൾ ഡൽഹി പൈപ്പ് വാങ്ങിച്ചതാണ്. ഡൽഹി പൈപ്പ്. ഇത് ബാവ ബാവയ്ക്ക് ആദ്യമായിട്ട് ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ എന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇതിങ്ങനെ കൊട്ടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ബാവ ഉണ്ടായപ്പോ എനിക്ക് ഇത് വാങ്ങണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ ഇത് ആദ്യത്തെ കളിപ്പാട്ടം ഉണ്ട്.
ഇത് മുത്തച്ഛൻ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കൈ ചിരിക്കുമായിരുന്നു. അതിന് വാങ്ങിയിട്ടുണ്ട്. ബാബി ബാവയുടെ അമ്മയുടെ ബാബിയാണ്. ഇപ്പൊ ബാവയാണ്. ഇതൊക്കെ ചെന്നൈയിൽ വെച്ച് വാങ്ങിയതാ. ഇതിൽ മുഴുവനും മുക്കാ ഭാഗവും ചെന്നൈയിൽ വെച്ച് വാങ്ങിയതാ. ഇത് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നാട്ടിൽ പോയപ്പോഴേ ഇവിടെ ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോ അതിന്റെ ഫ്രണ്ടിൽ തന്നെ കുറെ കളിപ്പാട്ടം വെച്ചിട്ടുണ്ടാവും പിള്ളേരെ പറ്റിക്കാനായിട്ട്. ഇങ്ങനെ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും പിള്ളേർക്ക് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. ഇത് കാണാതെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അങ്ങനെ വാങ്ങിയതായത്. പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ ആംബുലൻസ്. ഇത്രയും കാര്യങ്ങളാണ് സാന്തികയുടെ ടോയ്സ്. ഇത്രയും കാര്യങ്ങളാണ്. വേറെ ഉണ്ട്. ഈ ഒരു കൊട്ടയും കൂടി ഉണ്ട് ഫുള്ള്. അതെ, ഇവിടെ ഉണ്ട് ഒത്തിരി. ഈ ബോളുകളെല്ലാം ചെന്നൈയിൽ നിസ്സാര വിലയുള്ളൂ ഇതിനൊക്കെ. ഇതൊക്കെ നിസ്സാര വിലക്ക് വാങ്ങിച്ചതാ. ഇതൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഇത് മുത്തച്ഛൻ ചെറിയ കുട്ടി കമന്ന് കിടക്കണം, മലന്ന് കിടക്കണ പ്രായത്തില് വിരലിങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കും. അങ്ങനെ വാങ്ങി. പിന്നെ എന്റെ വാവയുടെ കയ്യിലെന്താ? എന്റെ വാവയുടെ കയ്യില് എന്താ അത്? എന്താ അത്? ഇതെന്താ? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? പേരെന്താ പേര്? കൗ. ക്യാമറ സ്ക്രീനിൽ നിന്ന് മാറി നിക്ക്. കറക്റ്റ് ആയിട്ട് റെഡ് കാർ എവിടെ? റെഡ് കാർ എവിടെ? റെഡ് കാർ. ഈ കാറുണ്ടല്ലോ, ഇത് 2 വയസ്സായപ്പോ വാങ്ങിച്ചതാണ്. 2 വയസ്സായപ്പോ വാങ്ങിച്ചിട്ട് ഇത് ഒരുപാട് ഉപയോഗിച്ചു. ഇതിനൊരു കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് ചാഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മറിഞ്ഞു വീഴും, കുറച്ച് മറിഞ്ഞു വീഴും. അപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നിൽക്കാൻ, അല്ലെങ്കിൽ കൊച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് മറിഞ്ഞു വീഴും. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ. ഹൈ അവിടുന്ന് മാറി നിക്കൂ. ഇതെന്താണിത്? പ്രദക്ഷിണം വെക്കണം. കണ്ടാ കുഴപ്പമില്ല. പക്ഷെ അമ്മയെ കാണണ്ടേ? പിന്നെ ഈ സൈക്കിളിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞോ. ഈ സൈക്കിളിന്റെ എന്ന് പറഞ്ഞാലേ, താഴെ ഞങ്ങള് പ്ലേ ഗ്രൗണ്ടിൽ ചെന്നപ്പോ ആരുടെയോ ഏതോ ഒരു കുട്ടിയുടെ സൈക്കിള് കണ്ടിട്ട് സാൻവിക്ക് അതിൽ കയറുന്ന ഭയങ്കര വാശിയാണ്. അതിൽ കയറി ഒരുപാട് ഓടിച്ച് എന്റെ ഏതാ അതിന്ന് അറിഞ്ഞില്ല. ആ കുട്ടി വന്ന് ചോദിച്ചിട്ട് പോലും കൊടുക്കൂല. പിന്നെ വലിച്ചു പറിച്ച് മാറ്റിയിട്ടാണ് ആ കുട്ടിയുടെ സൈക്കിൾ കൊണ്ടുപോയത്. അപ്പൊ എനിക്കതൊരു വിഷമം തോന്നി. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാവയുടെ അച്ഛനും അമ്മയും കൂടി ഒരു സൈക്കിൾ വാങ്ങി. പിറ്റേ ദിവസം തന്നെ രാവിലെ ഒരു സൈക്കിൾ വന്നു. പിന്നെ ആ വന്നതല്ലാതെ അത് പിന്നെ ഇത് കേറിയിട്ടില്ല. കേറി താഴെ കൊണ്ടുപോയി ഓടിക്കാന്ന് പറഞ്ഞാൽ അമ്മ ഇരിക്കുന്ന കുഞ്ഞാണ്. മറ്റുള്ളവരുടേത് കാണുമ്പോഴേ പിള്ളേർക്ക് ഭയങ്കര കൊതിയാണ്. എന്നാൽ അവരവർക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോ വേണ്ട. അങ്ങനെയാണ് ഈ സൈക്കിൾ. ഈ കാറ് മുത്തച്ഛൻ മൂന്നാമത്തെ പിറന്നാളിന് മുത്തച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ കാറ് ഒരിക്കൽ പോലും താഴത്തേക്ക് എത്താൻ സമ്മതിച്ചിട്ടില്ല. ഇത് ഇപ്പൊ തന്നെ ഓൺ ചെയ്ത ഓടി വന്ന് ഓഫ് ചെയ്യും. അവിടെ കയറിയിരിക്കും.
നേരത്തെ ഓഫ് ചെയ്തു അമ്മ ഓഫ് ചെയ്തു. ഇതാണ് അവസ്ഥ. ഇത് താഴേക്ക് ഒരിക്കൽ പോലും ഇറക്കിയിട്ടുണ്ട്. സാൻവികയുടെ കളിപ്പാട്ടങ്ങളും വണ്ടികളും ഒക്കെ ഇതാണ്.